നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ചിന്തകൾ ദോഷമുള്ളതാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 6:3 പറയുകയാണ്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ്. കുറെ നാളായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചോണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ മാറും, ഇവൻ തിരുത്തി വരും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിഹേവിയറൽ ഓൾട്രേഷൻ ഇവനിൽ ഉണ്ടാകും, മാറ്റമുണ്ടാകും, മാനസാന്തരമുണ്ടാകും, മടങ്ങി വരും, അനുദപിക്കും, കരയും, ദൈവസ്ഥന് നെടുമ്പാട് വീണും ആമേൻ, ദൈവദിനം വായിക്കും, പ്രാർത്ഥിക്കും, ആരാധനയ്ക്ക് നേരത്തെ വരും, കർത്താവിന്റെ തിരുമേശയിൽ കൃത്യമായി പങ്കെടുക്കും, കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഇങ്ങനെ ഇവൻ നന്നായിരിക്കും, നന്നായി വരും എന്ന് വെച്ച് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കാത്തിരിക്കുക. സ്വർഗം പറഞ്ഞു, ഇനി ഞാൻ കാത്തിരിക്കത്തില്ല. കാരണം ഇവൻ ആരാ? വേറും ജഡമായി പോയി. എന്ത് ജഡം? പൗലോസ് പറയുന്നുണ്ട്, ജഡാഭിലാഷം അല്ലേ, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ആ വാക്കെന്താ? ജഡത്തിന്റെ ആ ഡിസയർ,